20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഓഷോ എന്ന മെഡിറ്റേഷൻ മാസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓഷോ മെഡിറ്റേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓഷോ മെഡിറ്റേഷൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, വാട്ട് മേക്സ് ഓഷോ മെഡിറ്റേഷൻ യുണീക്ക് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓഷോ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോംസ് ഓഫ് മെഡിറ്റേഷനാണ്. അതായത് ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയും. ബേസിക്കലി അതിനെ വിളിക്കുക എന്ന് പറയുന്നത് ഓഷോ ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഈ നോർമൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ട്രഡീഷണൽ മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് എന്താണ്, കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ കണ്ണടച്ചിങ്ങനെ ഒരു പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുക, ജസ്റ്റ് ബ്രെത്ത് അവയർനെസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക, എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു സ്റ്റില്ലായിട്ട് ഇരുന്നിട്ടുള്ള ഒരു പാസീവ് ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത്. സോ ഓഷോയുടെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്ന് പറയുന്നത് ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. അതായത് കൂടുതലും ഡാൻസിങ് ഇൻവോൾവ് ആയ ഫിസിക്കൽ ആക്ടിവിറ്റി, മൂവ്മെൻറ്റ്സ്, അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ് ഓഷോയുടെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാൻസിങ് ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ബോഡി ഷേക്കിംഗ് ഒക്കെ ഉണ്ട് ചില മെഡിറ്റേഷൻസിൽ. അങ്ങനെ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടെന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ സാധിക്കും, എളുപ്പത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ട്രഡീഷണൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഈ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരുപാട് ടെൻഷൻസും ഒരുപാട് സ്ട്രെസ്സും ഒക്കെ ക്യാരി ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റില്ലായിട്ടിരിക്കുക എന്ന് പറയുന്നത് ബോഡി എപ്പോഴും റെസിസ്റ്റ് ചെയ്യും. സോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓഷോ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഇൻവോൾവ് ചെയ്തെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു നമ്മൾ ക്യാരി ചെയ്യുന്ന പെൻഡപ്പ് ടെൻഷൻസ്, സ്ട്രെസ്സ്, ഒരു ഇമോഷണൽ റിലീസൊക്കെ, ഇമോഷണൽ പെയിനും ഇതൊക്കെ റിലീസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ ഒരു സ്റ്റിൽനെസ്സിലേക്ക് നമുക്ക് തനിയെ വരാൻ പറ്റും. അതായത് ഈ ഓഷോ മെഡിറ്റേഷൻസിൻ്റെ അവസാന സ്റ്റേജസിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സൈലൻറ്റ് സിറ്റിംഗ് അല്ലെങ്കിൽ ലൈങ് ഡൗൺ, ഒരു സ്റ്റിൽനെസ് എന്ന ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പുകളിലൊക്കെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റി തന്നിട്ടാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി തന്നിട്ടാണ് പതിയെ പുള്ളി സ്റ്റിൽനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഓഷോയുടെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ അതിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആർക്കും, അതായത് മനുഷ്യൻ്റെ ആ ഒരു മോഡേൺ ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ച് അവർക്ക് അനുയോജ്യമായ രീതിയിലാണ് അത് ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം എളുപ്പവും സിമ്പിളുമാണ് നമുക്ക് ഈ ഓഷോ മെഡിറ്റേഷൻസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഓഷോ മെഡിറ്റേഷൻസിൻ്റെ പ്രത്യേകതയാണ് ഈ മ്യൂസിക് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അതായത് മിക്ക മെഡിറ്റേഷൻസ്, എല്ലാത്തരം ഓഷോ മെഡിറ്റേഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മ്യൂസിക്കിൻ്റെ ഒരു ഇതുണ്ട്. അതായത് പുള്ളി മ്യൂസിക്കും കൂടെ ഇൻബിൽട്ടായിട്ട് മെഡിറ്റേഷൻ്റെ ആക്കിയിട്ടുണ്ട്. അത് മിക്ക സ്റ്റേജസിൽ ഇപ്പം ഓഷോയുടെ ഒരു മെഡിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു 1 hour കാണും. അതിൻ്റെ 1 hourൽ മിക്കപ്പോഴും 3 സ്റ്റേജസ് അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഒക്കെ മിക്കപ്പോഴും ഒരു മ്യൂസിക് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഓരോ സ്റ്റേജിലും മ്യൂസിക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മ്യൂസിക് കൊടുത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അത് എനർജറ്റിക്കലി സപ്പോർട്ട്, മ്യൂസിക് നമ്മളെ ആ ഒരു മെഡിറ്റേഷനെ ഒന്ന് എനർജറ്റിക്കലി സപ്പോർട്ട് ചെയ്യാൻ വരെ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ആ ഓരോ ഡെപ്തിലും, അതായത് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളൊരു പീസും സൈലൻസും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നൊരു സംഭവമാണ് മ്യൂസിക്. അതായത് നമ്മൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു മൈൻഡും ബോഡിയും ആ ഒരു സൈലൻസിലേക്ക് നമുക്ക് അലൈനാകുന്ന നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് നമ്മൾ കേൾക്കുവാണെങ്കിൽ. സോ അതുകൊണ്ട് മ്യൂസിക് നമ്മളെ എനർജറ്റിക്കലി നമ്മൾ ആ ഒരു റിലാക്സേഷൻ, ഒരു പീസിലായിട്ടൊക്കെ നമ്മളെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ ഓഷോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു മെഡിറ്റേറ്റീവ് ലെവൽ, അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നമ്മൾ ആ ഒരു അവയർനെസ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നാണ് ഓഷോയുടെ മെഡിറ്റേഷൻസിൻ്റെ എല്ലാത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതിനും സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും അത് പലതരം മ്യൂസിക്കാണ് ഓഷോ മെഡിറ്റേഷൻസിലുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി, ഒരു പ്രത്യേകതരം എനർജി നമ്മളിലേക്ക് കൊണ്ടുവരും. ഒരു സൈലൻസും ഇൻവേർഡ്നെസ്സും നമുക്ക് മെഡിറ്റേഷൻ മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ മെഡിറ്റേഷനിൽ നമുക്കത് ഫീൽ ചെയ്യും. സോ പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ മ്യൂസിക് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡാൻസിങ് ഇൻവോൾവ് ആണ്. മിക്ക മെഡിറ്റേഷൻസിലും ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മെഡിറ്റേഷൻസ് എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാൻസിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ ഡാൻസ് എന്നൊക്കെ പറയുന്നത്. സ്പോണ്ടേനിയസ് ഡാൻസിങ്ങിനൊക്കെയാണ് കൂടുതലും പുള്ളിയുടെ മെഡിറ്റേഷൻസിൽ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഓഷോ മെഡിറ്റേഷൻസിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡൺ ആസ് എ പ്ലേഫുൾ ആക്ട്, നോട്ട് എ ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ പോലെ ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമായിട്ടല്ല ഓഷോ എപ്പോഴും മെഡിറ്റേഷനെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ഫെസ്റ്റിവിറ്റി, സെലിബ്രേഷൻ. അതുകൊണ്ടാണ് ഈ ഡാൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഇൻകോപ്പറേറ്റ് ചെയ്ത മെഡിറ്റേഷൻ ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ ഒരു പ്ലേഫുൾ സെലിബ്രേഷൻ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കണം. കാരണം ഒരു ജോയ്ഫുൾ സ്റ്റേറ്റിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലേ
മെഡിറ്റേഷൻ വർക്ക് ആകൂ എന്നാണ് ഓഷോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മിക്ക ഡിസ്കോഴ്സസിനും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി ഡൺ ആസ് എ ജോയ്ഫുൾ ആക്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വരിക എന്ന് പറയുന്നത്. അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ വർക്ക് ആവണം എന്നുമില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ലക്ഷറിയാണ്, ഇറ്റ്സ് എ ലക്ഷറിയാണ്. സോ ആ ഒരു പ്ലേഫുൾ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു അപ്ഗ്രേഡ് ചെയ്യണം എന്നൊരു രീതിയിൽ നമ്മൾ ഒരു ലക്ഷറിയുടെ പുറത്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു ബോണസായിട്ട് ഒരു ബോണസ് ആക്റ്റായിട്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ അത് നമുക്കത് എഫക്റ്റീവായിട്ട് വരിക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ടെൻസ്ഡ് ആയിട്ട് ഒരു സീരിയസ് രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരണമെന്ന് നിർബന്ധമില്ല എന്ന രീതിയിലാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓഷോ മെഡിറ്റേഷൻസിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു റിലീജിയനോ ആയിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അതായത് ഇന്ന പർട്ടിക്കുലർ റിലീജിയനെ നിങ്ങൾ വിശ്വസിക്കണം, ഇന്ന വിശ്വാസങ്ങൾ വേണം, ബിലീഫിന് അവിടെ പ്രയോറിറ്റി ഇല്ല. ഓഷോ മെഡിറ്റേഷനെ കാണുന്നത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. ഒരു കംപ്ലീറ്റ് ഒരു സയൻസ് ആയിട്ടാണ് പുള്ളി അതിനെ ഇനിഷ്യലി നമ്മളെ അപ്രോച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് ഹി ഗീവ്സ് യു എ മെഡിറ്റേഷൻ, അതിന് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓരോ സ്റ്റേജസ് ഉണ്ട്, ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സയൻസിൽ അതാണല്ലോ നമ്മൾ പറയാമെന്ന് പറഞ്ഞത്, എക്സ്പെരിമെൻറ്റ് യുവർ സെൽഫ് വിത്ത് മെഡിറ്റേഷൻ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. സോ ഒരു കൂടുതലൊരു സയൻറ്റിഫിക് അപ്രോച്ച്, അതായത് നിങ്ങളെ തന്നെ യു ട്രൈ ഇറ്റ് യുവർ ഓൺ, ഒരു ട്രയൽ ആൻഡ് എറർ അപ്രോച്ചിൽ നിങ്ങളതിനെ സമീപിക്കുക എന്ന രീതിയിലാണ് ഓഷോ മെഡിറ്റേഷന് പറയാമെന്ന് പറയുന്നത്. ഒരു സയൻസായിട്ട് തന്നെ നിങ്ങളതിനെ ഒരു സയൻസ് ഫോർ ഇന്നർ സയൻസായിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക ഇനിഷ്യലി എന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത് മെഡിറ്റേഷനെ കുറിച്ച്. സോ അവിടെ ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം എന്നതിനൊരു അടിസ്ഥാനവുമില്ല, നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡേഷൻ വേണം, എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് എക്സ്പെരിമെൻറ്റ് വിത്ത് ദീസ് മെഡിറ്റേഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. ആ ഒരു ഓപ്പൺ മൈൻഡ്, ഒരു ഫ്രീ മൈൻഡായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നതാണ് ഓഷോ എപ്പോഴും മെഡിറ്റേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ ഓഷോയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ്, ഓഷോ മെഡിറ്റേഷൻസിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് മെഡിറ്റേറ്റീവ് തെറാപ്പീസ് എന്ന് പറയും. അതായത് നമ്മൾ തെറാപ്പിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലീൻസിങ്, ഒരു സൈക്കോളജിക്കൽ ക്ലീൻസിങ്, നമ്മളെന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തെറാപ്പീസ് എന്ന് പറയുന്നത്. സോ ഓഷോ ഓഷോ ആക്റ്റീവ് മെഡിറ്റേഷൻസിലെല്ലാം ചെറിയ രീതിയിൽ കഥാർസിസ് പോലെയുള്ള മെത്തേഡ്സ് ഉണ്ട്. കഥാർസിസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇമോഷൻസോ പെയിനോ ഇതൊക്കെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കഥാർട്ടിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മിക്ക ആക്റ്റീവ് മെഡിറ്റേഷൻസിലും കഥാർസിസ് ഇൻവോൾവ് ആണ്. പക്ഷേ കഥാർസിസിന് വേണ്ടി മാത്രമായിട്ടുള്ള സംഭവമാണ് മെഡിറ്റേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. ഓഷോ മെഡിറ്റേറ്റീവ് തെറാപ്പി ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫോർ കഥാർസിസ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ ക്ലീൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ നോർമൽ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് പെട്ടെന്ന് നമുക്ക് നോർമൽ മെഡിറ്റേഷൻസ് ക്ലിക്കാകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേറ്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ. തെറാപ്പി ചെയ്ത് നമ്മൾ ക്ലീൻസിങ് നടത്തി കഴിയുമ്പോൾ നമ്മൾ നോർമൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പെട്ടെന്നത് നമുക്ക് വർക്കാവാൻ തോന്നും. സോ ഓഷോയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഓഷോ മെഡിറ്റേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് സംതിങ് ഫസ്റ്റ് ആണ്. അതായത് ഐ തിങ്ക് ഓഷോ ഈസ് ഫസ്റ്റ് വൺ ടു ഇൻവെൻറ്റ് ദിസ് മെഡിറ്റേറ്റീവ് തെറാപ്പി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരാൾ ഓഷോ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വേറെ ആരിലും ഞാനത് കണ്ടിട്ടില്ല. വേറെ മാസ്റ്റേഴ്സ് ആരും ഇങ്ങനെ മെഡിറ്റേറ്റീവ് തെറാപ്പീസ് കൊണ്ടുവന്നതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. സോ ഈസ് എ പയനിയർ ഇൻ ദ ഇൻവെൻഷൻ ഓഫ് മെഡിറ്റേറ്റീവ് തെറാപ്പീസ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഈ മെഡിറ്റേറ്റീവ് തെറാപ്പീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഓഷോ മെഡിറ്റേഷനെ യുണീക്ക് ആക്കുക എന്ന് പറയുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് യുണീക്നെസ്, അതിൻ്റെ ഒരു ഓഷോയുടെ മെഡിറ്റേഷൻസിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മ്യൂസിക്കും ഡാൻസിങ്ങും എന്ന് പറയുന്നത് ഓഷോ അല്ല ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്തത്. ഈ മ്യൂസിക്കും ഡാൻസിങ്ങും ഓൾറെഡി നമ്മുടെ ട്രഡീഷണൽ മെഡിറ്റേഷൻസ് ആയ സൂഫിസത്തിലൊക്കെ ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ്. പിന്നെ വേറെ കുറേ ഇതുണ്ട്, ബോൾ മിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ വേറെ ട്രഡീഷണൽ മെഡിറ്റേഷൻ സെക്ട്സ് ഒക്കെ മ്യൂസിക്കും ഡാൻസിങ്ങും അവരുടെ മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഓഷോയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കും ഒരു സയൻറ്റിഫിക്കും നമ്മുടെ ഒരു മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് എങ്ങനെ ഇത് സ്യൂട്ടാകും എന്ന രീതിയിലാണ് പുള്ളിയുടെ മെഡിറ്റേഷൻസൊക്കെ ഇതിലേക്ക് മ്യൂസിക്കും ഡാൻസിങ്ങും ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് അപ് ടു ഡേറ്റ് മോഡേൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻസ് ആണ് ഓഷോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് സിസ്റ്റമാറ്റൈസ് ചെയ്തു, മ്യൂസിക് ആൻഡ് ഡാൻസിങ്ങിനെ കൂടുതൽ സിസ്റ്റമാറ്റൈസ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഓഷോയുടെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ഇൻവോൾവിങ് മ്യൂസിക് ആൻഡ് ഡാൻസിങ് ഇൻ ദ മെഡിറ്റേഷൻ എന്ന് നമ്മൾ നോക്കുമ്പോൾ.
സോ ഇതൊക്കെയാണ് ഓഷോ മെഡിറ്റേഷൻസിൻ്റെ ഒരു യുണീക്നെസ്സിനെ പറ്റി പറയാനുള്ളത്. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ്സസിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.